ഇന്ന് വന്നിരിക്കുന്നത് ഈറോഡ് കരൂർ ഭാഗത്ത് വരുന്ന ഒരു നഴ്സിംഗ് കോളേജിലാണ്. കോളേജ് ഏതാണെന്ന് ശ്രീ എയ്റോബിന്ദോ നഴ്സിംഗ് കോളേജിലാണ്. അപ്പോൾ ഇവിടെ ധാരാളം മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടോ, പിന്നെ അതുപോലെ തന്നെ അക്കാദമിക്സ് എല്ലാം എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഞങ്ങൾ കോളേജിൽ പോയിട്ട് നേരിട്ട് കാണാം. ഏത് ടൈമാണെങ്കിലും ചോദിച്ചാലും മാം ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. പ്രിൻസിപ്പൽ എടുത്തായിരുന്നെങ്കിലും നമ്മൾ എന്താവശ്യം പറഞ്ഞാലും സപ്പോർട്ട് ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. നല്ലതാ, ഹോസ്റ്റൽ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ അത് 15 to 20 years ഞാൻ INCയുടെ പാനൽ ഓഫ് ഇൻസ്പെക്ഷൻ ആണ്. ഞങ്ങൾക്ക് ഇനി നേരെ പോയിട്ട് ഇവിടുത്തെ ക്ലാസ് റൂംസ്, ലാബ്സ്, ഇവിടുത്തെ അക്കാദമിക്സ് എല്ലാം എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് പോയി കാണാം. ഇവിടെ കയറിപ്പോകുന്ന എൻട്രൻസിൽ തന്നെ അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഓഫീസ്, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ റൂം എല്ലാം വരുന്നത്. ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. ഞങ്ങൾ ക്ലാസ് റൂം ഒന്ന് കാണാം. Excuse me. Okay, what you have studied, you have nursing foundations, then you have anatomy and physiology, apart from that English, you should answer every questions. Okay, time, manage your time. Just use simple step and you can catch. Ma'am, Malayali staff. Ma'am, പേര് മഞ്ജുല. നാട് തൃശ്ശൂർ. ഇവിടെ തൃശ്ശൂർ. ഓക്കെ. പിന്നെ കോളേജൊക്കെ എങ്ങനെയാണ്? കോളേജ് നല്ല കോളേജാണ്. അപ്പോൾ ഇവിടെ മലയാളി സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ആംബിയൻസ് നല്ലതാ, ഹോസ്റ്റൽ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അടുത്ത് കോയമ്പത്തൂർ വളരെ അടുത്താണല്ലോ. അതിന് സ്റ്റുഡൻസിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് കോളേജിനെ പറ്റിയിട്ടും അതുപോലെ ക്യാമ്പസ്, കാരണം അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ കൂടുതലായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ റിസൾട്ടൊക്കെ എങ്ങനെ? റിസൾട്ട് എല്ലാവരും പാസ് 100% പാസ്. ഫാക്കൽറ്റീസും അത്യാവശ്യം എല്ലാം എക്സ്പീരിയൻസ്ഡ് ആണ്. ഫാക്കൽറ്റീസ് 10 years 12 years അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആണ് ഫാക്കൽറ്റീസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ലാബിലേക്ക് പോയിട്ട് അവിടെ ലാബ് എങ്ങനെയാണ്, എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടോ എന്നുള്ളതെല്ലാം നോക്കാം. ഓക്കെ, ഇത് ഒരു ലാബാണ്, OBG ലാബാണ്. അത്യാവശ്യം എല്ലാ എക്യുപ്മെൻറ്റ്സും വരുന്ന ഒരു ലാബാണ് ഇവിടെ. മാഡം, ഇത് എന്ത് സ്റ്റുഡൻസ് യൂസ് പണത്? ഫസ്റ്റ് ഇയറോ? fourth year students lab. We are teaching about how to conduct a labor and how to care the postnatal mother and the antenatal mother. This is pediatric lab. How to care the child. Pediatric lab. Next lab. Ma'am, ഇത് എന്ത് ലാബ്? This is nutrition lab. Nutrition lab. In first year we have a nutrition subject. That time we have to teach about how to cook, what are the diet plans for the patient. That thing we have to teach here. Nursing foundation lab. First year and second year students learn here what are the how to make a bed and how to care the patient, how to give the CPR, and these are the things we have to teach here. ആർട്ടിക്കിൾസ് എല്ലാ ആർട്ടിക്കിൾസ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കബോർഡിലുണ്ട്. ഇത് ഫസ്റ്റ് ഇയറിൽ വരുന്ന ഫൗണ്ടേഷൻ ലാബാണ്. ഇവിടെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിലെല്ലാം പോകുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ടാണ് ഒരു ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുന്നത്.
അത്യാവശ്യം നല്ല എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉള്ളൊരു ലാബ് തന്നെയാണ്. This is anatomy and physiology lab. In first year we have a anatomy and physiology subject. That time we have to teach about this skeletal system, what are the organs present in our body system, and we have to teach about structure and functions of the every organ. We have a model. We have to teach with the help of models. This is mental health nursing lab. Third year we have a subject of mental health nursing. Here we have to teach about mentally ill person, how to treat a mentally ill person, and we have to give the counseling to the students and also give the counseling to the patient. Mostly which year students using this lab? Which year student? Third year. Third year. Third year and second year MS nursing and first year MS nursing, specialty psychiatric nursing. Yeah. Ma'am, This is audio visual aids lab. Audio visual aids. Aids lab. In BS nursing second year we have a communication education technology subject. That time we have to use this lab. We have a lot of audio visual aids here, like charts, models, and OHP, television, radio, projector we have. ஸ்டூடெண்ட்ஸ்க்கு வந்து கம்யூனிட்டி ஏரியாவில் போனாங்கன்னா அதில் இப்போ வந்து ஒரு மேல் நர்ஸ் இதாக இருக்காங்க, ஃபீமேல் நர்ஸ் இதாக இருக்காங்க அப்படின்னு சொல்லிட்டு டீச் பண்ணுறதுக்கு இது ஃபுல்லாமே டீச்சிங் மெத்தட்ஸ். In nursing we have two careers. One we have to go for a hospital, either we have to go for a institution. In institution we have the teaching. That time we have to use this. ലഞ്ച് ടൈം ആയതുകൊണ്ട് ഇന്നത്തെ ലഞ്ച് കഴിക്കുന്നത് നമുക്ക് ഈ കോളേജിൽ നിന്നാണ്. കോളേജിൽ പോയി ക്യാൻറ്റീനിൽ പോയിട്ട് ലഞ്ചെല്ലാം എങ്ങനെയാണ്, അവിടുത്തെ ഫുഡെല്ലാം എങ്ങനെയാണ് എന്നുള്ളതെല്ലാം പോയി കാണാം. ഇവിടുത്തെ ഗേൾസ് ഹോസ്റ്റൽ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ഹോസ്റ്റൽ ഇതാണ്. ഇതാണ് ഹോസ്റ്റൽ. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ള ഹോസ്റ്റൽ തന്നെയാണ്. ഇതിൽ ഗേൾസ് ഹോസ്റ്റലും വരുന്നുണ്ട്, അതുപോലെ തന്നെ മെസ്സും വരുന്നുണ്ട്. ഗേൾസിൻ്റെ ബോയ്സിൻ്റെ ഹോസ്റ്റലും മെസ്സും വേറെ സൈഡാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കിച്ചണും ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇവിടെ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. റൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കറി ഉണ്ട്, ഒരു ഉപ്പേരിയുണ്ട്, എഗ്ഗ് ഉണ്ട്, ഇനി അവിടെ രസം, അതുപോലെ തന്നെ മോര്, അതുകൊണ്ട് ഇന്നത്തെ ഫുഡ് ഇതാണ്. അതുപോലെ തന്നെ പപ്പടം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് ഇവരിൻ്റെ അടുത്ത് ഈ കോളേജിൽ എങ്ങനെയാണ് ക്ലാസ് എല്ലാം എങ്ങനെ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. ഹലോ, ഇവിടെ നാട്ടിൽ ട്രിവാൻഡ്രം. പേര്? ശ്രദ്ധ. അന്ന. പിന്നെ ഫ്രം ചെന്നൈ. വിവേദ ഫ്രം കരൂർ. അപ്പോൾ നിങ്ങളുടെ കോളേജൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ക്ലാസ്സൊക്കെ നന്നായിട്ടുണ്ട്. ടെസ്റ്റൊക്കെ ഇടും നന്നായിട്ട്. പിന്നെ നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷിലാണോ അതോ തമിഴ്, എങ്ങനെയാണ്? ഇംഗ്ലീഷിൽ എടുക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഡൗട്ട് ഉണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. മോസ്റ്റ്ലി ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത്. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈമാണെങ്കിലും ചോദിച്ചാലും മാം ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. പ്രിൻസിപ്പൽ എടുത്തായിരുന്നെങ്കിലും നമ്മൾ എന്താവശ്യമെന്ന് പറഞ്ഞാലും സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. ഓക്കെ. പ്രിൻസിപ്പൽ മാമിന് മലയാളം അറിയാമല്ലോ, പിന്നെ മലയാളി സ്റ്റാഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഹോസ്റ്റലൊക്കെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണോ അതോ പുറത്തോ, എങ്ങനെയാണ്? ഹോസ്റ്റലിൽ തന്നെയാണ് ക്യാമ്പസ്. ഓക്കെ. ഫുഡ് അഡ്ജസ്റ്റബിൾ ആണ്, കുഴപ്പമൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ ചേഞ്ച് ചെയ്ത് തരുന്നു അല്ലേ? പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ?
ഇവിടെ സ്പോർട്സിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. സ്പോർട്സ് ഒക്കെ ഉണ്ട്. ഇൻട്രസ്റ്റ് ആണെന്നുള്ളവർക്ക് നെയിം കൊടുത്താൽ അവർ ഇവിടെ കോളേജിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഹോസ്റ്റലിലാണെങ്കിലും ഗ്രൗണ്ട് ഫെസിലിറ്റീസ് അത്യാവശ്യം അതിനകത്ത് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അല്ലാതെ ആക്ടിവിറ്റീസ് ഒക്കെ പിന്നെ ഇവിടെ ഫംഗ്ഷൻ അങ്ങനെ പ്രോഗ്രാംസിനൊക്കെ ഇൻവോൾവ് ആവാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ലാബ്സ് എല്ലാം എങ്ങനെ? എല്ലാ സബ്ജക്റ്റിനും ഇൻഡിവിജ്വൽ ലാബുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ഡെമോ ഒക്കെ കാണിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ കൊണ്ടുപോയാലും ഫൗണ്ടേഷനൊക്കെ ഡെമോ ഒക്കെ ഫൗണ്ടേഷൻ ടാബിൽ കാണിച്ച് തന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് എമർജൻസി ഇപ്പോൾ ഓണത്തിനൊക്കെ ലീവ് വേണമെന്നുണ്ടെങ്കിൽ അത് തരാറുണ്ട്. പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ചോദിച്ച് പെർമിഷൻ വാങ്ങിയാൽ തരാറുണ്ട്. തമിഴ്നാട് സ്റ്റുഡൻസ് ഓക്കെ. എപ്പടി ഹാപ്പിയാണ് കോളേജ്? ഹാപ്പിയാണ്. ക്ലാസ് എല്ലാം എപ്പടി நல்லா എടുക്കുക? நல்லா இருக்கு. எந்த இயர் ஸ்டூடெண்ட்ஸ்? தேர்ட் இயர். கிளினிக்கல் போஸ்டிங் எல்லாம் ക്ലിനിക്കൽ പോസ്റ്റിംഗ് പോയിട്ട് இருக்கா? കോഴ്സ് ഏത്? BSc നഴ്സിംഗ് തേർഡ് ഇയർ. അപ്പോൾ കോളേജും അക്കാദമിക്സുപരമായിട്ടൊക്കെ നിങ്ങൾ ഹാപ്പി തന്നെയല്ലേ? ഹാപ്പി തന്നെയാണല്ലേ? ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് അഭിപ്രായങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ പ്രിൻസിപ്പൽ മാഡത്തിൻ്റെ അടുത്ത് പോയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിയാം. എക്സ്ക്യൂസ് മീ. ഓക്കെ. അപ്പോൾ ഞാൻ വന്ന കാര്യം പറയാം. ഞാൻ കോളേജിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കേരളത്തിൽ ധാരാളം സ്റ്റുഡൻസ് ഞങ്ങൾക്ക് എൻക്വയറി വരുന്നുണ്ട് നേഴ്സിംഗ് കോളേജിനെ പറ്റിയിട്ടും. അപ്പോൾ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കോളേജ് എങ്ങനെയാണ്, എപ്പോൾ തുടങ്ങിയതാണ്, ഇവിടെ ഏതൊക്കെ കോഴ്സുകൾ വരുന്നുണ്ട് എന്ന് അതിന് മലയാളം ഓക്കെ. കേരളത്തിലാണ്? കേരളത്തിൽ ഇരുന്നതാണ്. ബട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് 40 വർഷമായി. മലയാളം അറിയാം. ഓക്കെ. കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ കോളേജിൻ്റെ പേര് ശ്രീ അരബിന്ദോ കോളേജ് ഓഫ് നഴ്സിംഗ് കുണ്ടൻ ചത്രത്തിലിരിക്കുന്ന കരൂർ ടൗണിലാണ് ഈ കോളേജ്. കരൂരിൽ നിന്ന് 10 കിലോമീറ്റേഴ്സാണ് ഡിസ്റ്റൻസ്. പിന്നെ ഞങ്ങളുടെ കോളേജ് സ്റ്റാർട്ട് ചെയ്ത് 2007 ഫസ്റ്റ് ബാച്ച് അഡ്മിഷൻ ചെയ്ത 13 ട്രസ്റ്റീസ് ചേർന്നാണ് ഞങ്ങളുടെ കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഫസ്റ്റ് ബാച്ച് ഇറങ്ങിയത് 2012. പിന്നെ നമ്മുടെ കയ്യിൽ ഡിപ്ലോമ നഴ്സിംഗ്, BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് ഇങ്ങനെ എല്ലാ കോഴ്സും ഉണ്ട്. എല്ലാ സ്റ്റുഡൻസും 100% റിസൾട്ടാണ്. പിള്ളേർക്ക് MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുണ്ട്. പിന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ന്യൂ ഡൽഹിയുടെ അഫിലിയേഷനുണ്ട്. പിന്നെ MGR മെഡിക്കൽ തമിഴ്നാട് നഴ്സിംഗ് കൗൺസിലിൻ്റെ അഫിലിയേഷനുണ്ട്. പിന്നെ ഈ ഗവൺമെൻറ് ഓഫ് അപ്രൂവ്ഡ് കോളേജാണ്. ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അപ്രൂവ്ഡ് കോളേജാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് ഓർഡർ നമ്പർ 139 ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറാണ്. ഇങ്ങനെ എല്ലാം ശരിയായിട്ട് കറക്റ്റ് എല്ലാത്തിനും ഒവ്വൊരു സമയവും പ്രൊവിഷണൽ അഫിലിയേഷനും കണ്ടിന്യൂസ് ഓഫ് പ്രൊവിഷണൽ അഫിലിയേഷൻ ഇങ്ങനെ എല്ലാ ഇയറും കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഇപ്പോൾ കറൻറ്റ് ഡേറ്റിലാണ്. വെബ്സൈറ്റിൽ കൂടെ യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ. പിന്നെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഞങ്ങളുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. 1500 വിത്ത് ഓൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. 1500 ബെഡാണ്. അതിനാണ് ഞങ്ങൾക്ക് പിള്ളേർ ഡിപ്ലോമ നഴ്സിംഗ് പിള്ളേരിനെയും പിന്നെ BSc നഴ്സിംഗ് പിള്ളേരിനെയും അയക്കുന്നുണ്ട്. പിന്നെ MSc പിള്ളേരിന് സൈക്കാട്രി ട്രെയിനിങ് നിംഹാൻസ് ബാംഗ്ലൂർ അതുണ്ട്. ഞങ്ങളുടെ ഒരു കോളേജിൽ മാത്രമാണ് അവർ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അർബൻ ആൻഡ് റൂറൽ PHC ഉണ്ട്. കുന്നം നിയർ ബൈ 2 കിലോമീറ്റേഴ്സ് PHC ഉണ്ട്. പിന്നെ പീഡിയാട്രിക് നഴ്സിങ്ങിന് മാസോണിക് ഹോസ്പിറ്റൽ വന്ന് കോയമ്പത്തൂരിലെ ഒരു വലിയ ഹോസ്പിറ്റലാണ്. അവിടെയാണ് പിള്ളേർക്ക് 2 months ട്രെയിനിങ് കൊടുത്ത് പിള്ളേരിനെ എല്ലാ രീതിയിലും പ്രാക്ടിക്കൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തിയറി ക്ലാസ് അക്കോർഡിംഗ് ടു ദ ടൈം ടേബിൾ ഓഫ് MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി അതനുസരിച്ച് നമ്മുടെ ടൈം ടേബിൾ ഇടുന്നുണ്ട്. ഒരു ഡെഫിസിറ്റ് പോലെ വരത്തില്ല. സിലബസ് കംപ്ലീറ്റ് തീർത്തിട്ട് പിന്നെയാണ് അവരുടെ എക്സാം അയക്കുന്നത്. ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് സെപ്പറേറ്റ് മെസ്സുണ്ട്. ബോയ്സിൻ്റെ മെസ്സുണ്ട്, ഗേൾസ് മെസ്സുണ്ട്. പിന്നെ അവിടെ 2-3 days കേരള ഫുഡാണ്. മറ്റ് 3 days തമിഴ്നാട്ടിലെ ഫുഡ്. ഭയങ്കര സേഫ്റ്റിയാണ്. സെക്യൂരിറ്റി ഡേ ആൻഡ് നൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. വാർഡനുണ്ട്, ടീച്ചേഴ്സുണ്ട്. അവിടെ റോൾ കോളും പിന്നെ ഈവനിങ് സ്റ്റഡി ചെയ്യാനും പിള്ളേർക്ക് വളരെ സേഫ്റ്റിയാണ്. സ്റ്റുഡൻസിന് ഔട്ടിംഗ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റുഡൻസിന് ഇപ്പോൾ എവറി 15 days ഔട്ടിംഗ് വിളിച്ചുകൊണ്ട് പോകുന്നു. വാർഡൻ കൂടെ നമ്മുടെ കോളേജിൻ്റെ ബസ്സിൽ വെച്ചിട്ട് ടൗണിൽ കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ സൺഡേ പിള്ളേർ ചർച്ചിക്ക് പോകണമെങ്കിലും പള്ളിക്ക് പോകണമെങ്കിലും മറ്റേ ടെമ്പിൾ പോകണമെങ്കിലും പിള്ളേർക്ക്
വിത്ത് പെർമിഷൻ വിത്ത് വാർഡൻ സെക്യൂരിറ്റിയോട് ഞങ്ങൾ അയച്ചിട്ട് പിന്നാണ് പിള്ളേരിന് തിരിച്ചു കൊടുത്തത്. ദെൻ ഇവൻ്റെ ലീവൊക്കെ എങ്ങനെയാണ്? ലീവ് നമുക്ക് ടോട്ടലി 1 മന്താണ് അവധി. അപ്പോൾ ഓണത്തിന് 10 ദിവസം, പിന്നെ ക്രിസ്മസ് ഹോളിഡേയ്സ് ഒരു 10 ഡേയ്സ്, മെയ് വെക്കേഷൻ 15 ഡേയ്സ്, ഇൻ ബിറ്റ്വീൻ ഈസ്റ്ററിന് ഒരു 4 ഡേയ്സ് ഞങ്ങൾ വിടുന്നുണ്ട്. ബട്ട് പിള്ളേർ ഇഷ്ടപ്പെട്ടെങ്കിൽ പോട്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കാം. ഹോസ്റ്റൽ 24 hours ഉണ്ട്. എക്സാമിനേഷൻ സെൻറ്റർ ഇവിടെയാണ്, ഇവിടെ തന്നെ. MSc BSc പോസ്റ്റ് PCPC എല്ലാവർക്കും എക്സാമിനേഷൻ സെൻറ്ററാണ്. ഞാനാണ് ചീഫ് സൂപ്രണ്ടൻറ്റ്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു മാഡം INCയുടെ പാനലിലെ മെമ്പറാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അത്? 15 to 20 years ഞാൻ INCയുടെ പാനൽ ഓഫ് ഇൻസ്പെക്ഷൻ ആണ്. അതുകൊണ്ട് എവറി ഇയർ ഞാൻ ഇൻസ്പെക്ഷൻ പോകുന്നത്. ലാസ്റ്റായിട്ട് ജൂണിൽ ബാംഗ്ലൂരിൽ 3 കോളേജ് ഇൻസ്പെക്ഷൻ പോയായിരുന്നു. പിന്നെ ഇപ്പോൾ മിസോറം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്, അതിന് ക്രിസ്മസ് ടൈം 1 to 15 ഡേയ്സ് അവിടെ മിസോറം സ്റ്റേറ്റിലെ INC ഇൻസ്പെക്ഷൻ. എവറി ഇയർ ഇൻസ്പെക്ഷൻ പോകുന്നുണ്ട്. MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പാനൽ ഓഫ് ഇൻസ്പെക്ഷൻ കമ്മിറ്റിയിലേക്കുണ്ട്. തമിഴ്നാട് നഴ്സിംഗ് കൗൺസിലിൻ്റെ പാനൽ ഓഫ് ഇൻസ്പെക്ഷൻ കമ്മിറ്റിയിലേക്കുണ്ട്. ഇങ്ങനെ എല്ലാ കൗൺസിൽസിലും മെമ്പറാണ്. ഓക്കെ. പിന്നെ ഇവിടെ സെനറ്റ് മെമ്പറാണ്. ദെൻ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇവിടുത്തെ സ്റ്റാഫൊക്കെ എങ്ങനെയാണ്? മലയാളി സ്റ്റാഫ് ഉണ്ടോ? അതോ? മലയാളി സ്റ്റാഫും ഉണ്ട്, തമിഴ്നാട് സ്റ്റാഫും ഉണ്ട്. പിള്ളേർക്ക് മലയാളത്തിൽ പറഞ്ഞു തരുവാണെങ്കിലും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാം, ഒരു പ്രശ്നമില്ല. പിള്ളേർ ഇംഗ്ലീഷ് മീഡിയമല്ലേ പഠിച്ചിട്ട് വരുന്നത്. ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? ക്ലാസ് ഫുൾ ഇംഗ്ലീഷ് മീഡിയമാണ്. ഇംഗ്ലീഷിലാണ് ഇൻസ്ട്രക്ഷൻ. നമുക്ക് എല്ലാ ലാബ്സും വിത്ത് ഫുൾ എക്യുപ്മെൻറ്റ് ആൻഡ് ഫർണിഷ്ഡ് ലാബ്സാണ്. അതുകൊണ്ട് എല്ലാ ലാബ്സും ആസ് പെർ ദ INC നോംസ്, പിന്നെ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നോംസ് അനുസരിച്ചാണ് ലാബ്സ് എല്ലാം വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലാബിലെ ഡെമോൺസ്ട്രേഷൻ 1:10 എന്ന് വെച്ചാൽ 10 പിള്ളേർക്ക് ഒരു ഇൻസ്ട്രക്ടർ. അതുപോലെ 10 പിള്ളേർക്ക് ഒരു മെൻറ്ററുണ്ട്. ആ പിള്ളേരുടെ എല്ലാ കാര്യവും, അവരുടെ ഫുഡ്, അക്കോമഡേഷൻ, അവരുടെ ഹോം സിക്നസ്, ഇങ്ങനെ ലീവ്, അവരുടെ സിക്നസ് എല്ലാം കൂടെ നോക്കിക്കാണാൻ ഒരു 10 സ്റ്റുഡൻസിന് ഒരു മെൻറ്റർ ഇങ്ങനെ ഞങ്ങൾ അസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പിള്ളേർ സിലബസ്, ലോഗ് ബുക്ക്, മറ്റെല്ലാ കാര്യവും സ്ട്രിക്റ്റായിട്ട് ഇവിടെ ഫോളോ ചെയ്യുന്നു. പിന്നെ അവർക്ക് സെഷണൽ എക്സാമിനേഷനുണ്ട്. 3 സെഷണൽ എക്സാമും ഒരു മോഡൽ എക്സാമും. അത് കഴിഞ്ഞിട്ടാണ് അവർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ തിയറി എക്സാം. ഇയർ വൈസ് ആണോ ഏറ്റവും ഈസി, അതോ സെം വൈസ് ആണോ? സെം വൈസും നല്ലതാണ്. ഞാനെല്ലാം സെം വൈസാണ് പഠിച്ചത്. സെം വൈസ് ഇറ്റ് ഈസ് ഗുഡ്. വൺസ് ദേ സ്റ്റഡീഡ് ഓൺലി വെരി ലിമിറ്റഡ് പോർഷൻ മാത്രമേ അവർ പഠിക്കുന്നുണ്ട്. നോൺ സെമസ്റ്റർ ആണെങ്കിൽ ത്രൂ ഔട്ട് ഇയർ അവർ ഫസ്റ്റ് 6 months എന്നെ പഠിച്ചതിന് മറന്നുപോയി കാണും. ലാസ്റ്റ് സെമസ്റ്റർ എഴുതുമ്പോൾ അവർക്ക് ഒന്നും, പിന്നെ എല്ലാം റിവൈസ് ചെയ്യണം, എല്ലാം റിപ്പീറ്റഡാണ്. ഒவ்வொரு ബുക്കും നമുക്ക് നോക്കിയിട്ട് പറയണം. ഇതാണെങ്കിൽ പിള്ളേർ ഷോർട്ട് ഡ്യൂറേഷൻ ദേ ക്യാൻ പിക്കപ്പ് ഈസിലി ഇൻ സെമസ്റ്റർ വൈസ്. ഓക്കെ. പ്ലേസ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? പ്ലേസ്മെൻറ്റ് ഇതുവരെ എല്ലാ പിള്ളേരും കോയമ്പത്തൂർ KMCH, പിന്നെ നാരായണ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ, പിന്നെ GKNM ഹോസ്പിറ്റൽ, പിന്നെ റോയൽ കാർന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. നമ്മുടെ പിള്ളേർക്ക് നോ ഇൻ്റർവ്യൂ. ശ്രീ അരവിന്ദൻ പറഞ്ഞാൽ അവർ അപ്പം തന്നെ എടുക്കും. ഇൻ്റർവ്യൂ ഇല്ല, അവർക്ക് എൻട്രൻസ് ടെസ്റ്റും ഇല്ല. അങ്ങനെ പിള്ളേർ സ്റ്റാൻഡർഡൈസ് ആയിട്ട് പ്രാക്ടിക്കലും തിയറി വൈസും അവർ വളരെ ഗുഡാണ് പിള്ളേർ ഇവിടെ വന്നെങ്കിൽ അവർക്ക് സ്റ്റാൻഡർഡൈസ്ഡ് എഡ്യൂക്കേഷൻ അങ്ങ് തരാം. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. പക്ക ടീച്ചേഴ്സുമുണ്ട്, പ്രൊഫസേഴ്സ്, ലെക്ചേഴ്സ് എല്ലാം എക്സ്പീരിയൻസ്ഡാണ്. 10 years എക്സ്പീരിയൻസ്ഡാണ് എല്ലാ പ്രൊഫസേഴ്സും ടീച്ചേഴ്സും. അതുകൊണ്ട് പിള്ളേരിന് ഒരു പേടിയില്ല. ദേ ക്യാൻ സ്റ്റഡി വെൽ ആൻഡ് എൻജോയ് ദ കോളേജ് പ്രിമിസസ്. കൂടുതൽ പാരൻസും ഇത് തന്നെയാണ് വേണ്ടത്. കാരണം കേരളത്തിൽ മാഡത്തിന് അറിയാമല്ലോ, കൂടുതലും സ്റ്റുഡൻസ് എല്ലാവരും സേഫ് ആണോ എന്നുള്ള കാര്യമാണ് സേഫ്. അതിന് ഞാൻ ഗ്യാരണ്ടി. ഞാനാണ് അവിടെ ഡെപ്യൂട്ടി വാർഡൻ, ഹോസ്റ്റലിൻ്റെ ഞാനാണ് ഇൻചാർജ്. അപ്പോൾ പിള്ളേർക്ക് എന്തൊക്കെ വേണ്ടത് ഇമ്മീഡിയറ്റ്ലി ഞാൻ റെക്ടിഫൈ ചെയ്യാം. ഓക്കെ മാഡം. അപ്പോൾ താങ്ക്സ്, കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് ശ്രീ ആരോബിന്ദോ നഴ്സിംഗ് കോളേജിൻ്റെ വിശേഷങ്ങൾ. ഇവിടെ വരുന്ന കോഴ്സുകൾ BSc നഴ്സിംഗ്, അതുപോലെ തന്നെ MSc നഴ്സിംഗ് വരുന്നുണ്ട്, GNM വരുന്നുണ്ട്, PB നഴ്സിംഗ് വരുന്നുണ്ട്. ഞങ്ങൾ ഈ കോളേജിലെ സ്റ്റുഡൻസായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ മാഡമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹോസ്റ്റലും അതുപോലെ തന്നെ ക്ലാസ് റൂമും ലാബ്സ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നിലവാരമുള്ള ഒരു കോളേജ് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോളേജിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കോഴ്സുകളെ പറ്റിയിട്ട് അറിയാനോ അഡ്മിഷൻ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.